അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളിൽ നിന്നും പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വന്നത് ഹജ്ജിന്റെ അർക്കാനുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അഥവാ ഹജ്ജിന്റെ നിർബന്ധ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. ഉംറക്ക് 3 റുക്നുകളാണുള്ളത്: ഇഹ്റാം, ത്വവാഫ്, സഈ. ഹജ്ജിന് 4 റുക്നുകളാണുള്ളത്: ഇഹ്റാം, ത്വവാഫ്, സഈ, അതിന്റെ കൂട്ടത്തിൽ അറഫയിൽ നിൽക്കൽ, അൽ വുഖൂഫ് ബി അറഫ. ഈ റുക്നുകളിൽ ഒന്നാമത്തെ റുക്ന് കഴിഞ്ഞ പാഠഭാഗത്തിൽ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു, അഥവാ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത്. റുക്നുകൾക്കും വാജിബുകൾക്കും ഇടയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധാരണ റുക്ന് എന്ന് പറഞ്ഞാലും വാജിബ് എന്ന് പറഞ്ഞാലും നമ്മൾ മലയാളത്തിൽ നിർബന്ധമായ ഘടകം എന്നാണ് പറയുക. എന്നാൽ റുക്നുകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഹജ്ജ് തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥം. എന്നാൽ വാജിബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രായശ്ചിത്തം നൽകി നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 4 റുക്നുകളെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ റുക്ന് ത്വവാഫാണ്. ത്വവാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വവാഫിൽ 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അമലാണ് ത്വവാഫ്. അഥവാ 1, വുദുവോട് കൂടി ആയിരിക്കണം ത്വവാഫ് ചെയ്യേണ്ടത്. 2, ഹജറുൽ അസ്വദ് മുതലായിരിക്കണം ത്വവാഫ് ആരംഭിക്കേണ്ടത്. 3, കഅബയെ ഇടതുഭാഗത്താക്കിക്കൊണ്ടായിരിക്കണം ചുറ്റേണ്ടത്, ത്വവാഫ് ചെയ്യേണ്ടത്. 4, 7 തവണയാണ് ചുറ്റേണ്ടത്. ഏത് തവാഫായിരുന്നാലും, അത് നേർച്ചയുടെ തവാഫായിരുന്നാലും, ഹജ്ജിന്റെ തവാഫായിരുന്നാലും, ഉംറയുടെ ആയിരുന്നാലും, ഖുദൂമിന്റെ തവാഫായിരുന്നാലും 7 തവാഫാണ്, 7 ചുറ്റലാണ് ഒരു തവാഫിലുള്ളത്. ഹജറുൽ അസ്വദ് മുതലാണ് തവാഫ് ആരംഭിക്കേണ്ടത്. ഹജറുൽ അസ്വദ് എന്നുള്ളത് ഒരു കല്ലിന്റെ പേരാണ്. ഹജറുൽ അസ്വദ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതലേ പറഞ്ഞു വരുന്ന ഒരു പേരാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് മുസ്ലിം ഉദ്ധരിക്കുന്ന റിവായത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറയുകയുണ്ടായി: അത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മേൽ ഇറക്കപ്പെട്ടതാണ്. ജിബ്രീൽ അലൈഹി സ്വലാമാണ് അതിനെ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളത്. മനുഷ്യർ ചുംബിച്ച് ശുപാർശ ചെയ്തതിനാലാണ് അത് കറുത്തു പോയത് എന്നിങ്ങനെ ഒരു റിവായത്ത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഹജറുൽ അസ്വദ് മുതൽ നമ്മൾ ആരംഭിക്കുന്നു. ഹജറുൽ അസ്വദ് നേരിട്ട് ചുംബിച്ചോ, നേരിട്ട് ചുംബിക്കൽ പ്രയാസമാണ്. തൊട്ട് കൈ ചുംബിച്ചോ, അതും നമുക്ക് പ്രയാസമാണ്. ആംഗ്യം കാണിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. 2 കൈ കൊണ്ടോ 1 കൈ കൊണ്ടോ ആംഗ്യം കാണിച്ച് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലെങ്കിൽ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് ത്വവാഫ് ആരംഭിക്കേണ്ടത്. ത്വവാഫ് ആരംഭിച്ച ഉടനെ ചില ഹദീസുകളിൽ വന്നിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്: അല്ലാഹുമ്മ ഈമാനൻ ബിക വ തസ്ദീഖൻ ബി കിതാബിക വ വഫാഅൻ ബി അഹദിക വത്തിബാഅൻ ലി സുന്നത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില പണ്ഡിതന്മാർ ഈ പ്രാർത്ഥന അല്പം ബലഹീനമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള പണ്ഡിതന്മാർ അതിനെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവെ, നിന്നെ വിശ്വസിച്ചുകൊണ്ട്, നിന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആനിനെ അംഗീകരിച്ചുകൊണ്ട്, നിന്റെ വാഗ്ദത്തം പൂർത്തീകരിച്ചുകൊണ്ട്, നിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുക. കൂട്ടത്തിൽ ത്വവാഫിലാകട്ടെ മറ്റിതര സന്ദർഭങ്ങളിലാകട്ടെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റാണ്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ത്വവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുക. കഅബയുടെ 1ാമത്തെ ഭാഗം കഴിഞ്ഞു, 2ാമത്തെ ഭാഗം കഴിഞ്ഞു, 3ാമത്തെ ഭാഗം കഴിഞ്ഞ് കിട്ടുന്ന മൂല റുക്നുൽ യമാനി എന്ന് പറയും. ആ റുക്നുൽ യമാനി എത്തുമ്പോൾ വലത് കൈ കൊണ്ട് തടകുക എന്നുള്ളത് സുന്നത്താണ്. പിന്നീട് റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങിയ 1ാമത്തെ ഭാഗത്തേക്ക് തന്നെ എത്തും. ഈ ദിക്ർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഹദീസിൽ ത്വവാഫിന്റെ ദിക്റായിട്ട് പറയപ്പെട്ടിട്ടുള്ളൂ. ഇങ്ങനെ 7 തവണയാണ് ചുറ്റേണ്ടത്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉംറ നിർവഹിക്കുന്നതെങ്കിൽ അവരുടെ ആദ്യത്തെ ത്വവാഫ്, ആ ആദ്യത്തെ ത്വവാഫിൽ തോള് പുറത്താക്കിക്കൊണ്ട് വലത്തെ കക്ഷത്തിന്റെ അടിയിലൂടെയാണ് പുരുഷന്മാർ അവരുടെ മേലുടുപ്പ് ധരിക്കേണ്ടത്. അതിന് ഇൽത്തിബാ എന്നാണ് അറബിയിൽ പറയുക. അപ്രകാരം തന്നെ ആദ്യത്തെ 3 ചുറ്റൽ ഒരൽപ്പം ധൃതിയിൽ ചുറ്റുന്നതും സുന്നത്താണ്. ഇതിന് റംല് നടത്തുക എന്നാണ് പറയുക. അങ്ങനെ 7 തവണ ചുറ്റുക. ഓരോ തവണ ചുറ്റുമ്പോഴും റുക്നുൽ യമാനി തടകലും ഹജറുൽ അസ്വദിന്റെ അടുക്കൽ ചുംബിക്കലും, ഈ 2 സ്ഥലങ്ങൾക്കിടയിൽ റബ്ബന ആതിന ഫിദ്ദുന്യ എന്നുള്ള പ്രാർത്ഥന പറയലും സുന്നത്താണ്. 7ാം തവണ ഹജറുൽ അസ്വദിന്റെ അടുത്ത് എത്തുമ്പോൾ ആവശ്യമില്ല. ഇങ്ങനെ 7 തവണയാണ് ചുറ്റേണ്ടത്. ഇനി ഒരാൾക്ക് സംശയം വന്നു,
ഞാൻ 3 ആണോ ചുറ്റിയത് 4 ആണോ ചുറ്റിയത്, എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് സ്വീകരിക്കുകയും ബാക്കി പൂർത്തീകരിക്കുകയും ചെയ്യുക. വുളു നിർബന്ധമാണ്. വുളു ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വുളു പെട്ടെന്ന് ചെയ്തുകൊണ്ട് തിരിച്ചു മടങ്ങി വന്ന് ബാക്കി പൂർത്തീകരിക്കുക. 3 ചെയ്ത് 4-മത്തതിന്റെ ഇടയിലാണ് വുളു നഷ്ടപ്പെട്ടതെങ്കിൽ പോയി വുളു ചെയ്ത് തിരിച്ചുടനെ വന്ന് ബാക്കി 4-മത്തത് പൂർത്തീകരിക്കുക. എന്നാൽ ചില പണ്ഡിതന്മാർ ഹജ്ജിന്റെ കഠിനമായ തിരക്കുള്ള വേളയിൽ വുളു നഷ്ടപ്പെട്ടു പോയെങ്കിൽ വുളു ചെയ്യണമെന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. കാരണം നമസ്കാരത്തിന് എത്രത്തോളം ശക്തമായ വുളു വേണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ, ഹദീസുകളിൽ വന്നിട്ടുണ്ടോ, അത്രയും ശക്തമായ രീതിയിൽ തവാഫിനെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിട്ടില്ല എന്നതിനാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് ഹജ്ജിന്റെ വേളയിൽ കഠിനമായ തിരക്ക് അനുഭവപ്പെടുമ്പോൾ വുളു നഷ്ടപ്പെട്ടു പോയ സന്ദർഭത്തിൽ വീണ്ടും വുളു ചെയ്യണമെന്നില്ല, അയാളുടെ തവാഫ് സഹീഹാകുമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തവാഫിന് ശേഷം 2 റക്അത്ത് തവാഫിന്റെ സുന്നത്ത് നമസ്കരിക്കലും സുന്നത്താണ്. 1-മത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും 2-മത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദും പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. ഈ 2 റക്അത്ത് ഹറമിന്റെ ഏത് ഭാഗത്തും നമസ്കരിക്കാവുന്നതാണ്. പക്ഷേ കഅബയുടെയും നമ്മുടെയും ഇടയിൽ മഖാമു ഇബ്രാഹിം വരുന്ന രീതിയിൽ ഒരൽപ്പം ബാക്കിൽ പോയി നമസ്കരിക്കുന്നത് കൂടുതൽ പുണ്യകരമാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഹജ്ജിന്റെ 3-മത്തെ റുക്ന് സഈ ആണ്. സഈ എന്ന് പറയുന്നത് സഫ മർവ ഈ 2 പർവ്വതങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണ്. സഫയിൽ നിന്നാണ് ആരംഭിക്കുക. കാരണം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്തദിഉ ബിമാ ബദഅല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടുന്ന് ആരംഭിച്ചോ അവിടുന്ന് ഞാൻ ആരംഭിക്കും. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ, അല്ലാഹു സഫയിൽ നിന്നാണ് തുടങ്ങിയത്. അതുകൊണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് സഈ ആരംഭിച്ചിട്ടുള്ളത്. സഫയുടെയും മർവയുടെയും മലമുകളിൽ എത്തുമ്പോൾ 2 കൈകളും ഉയർത്തിക്കൊണ്ട് കഅബയുടെ ഭാഗത്ത് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ ആയത്ത് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ അല്പഭാഗമോ ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ, അതിന്റെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദ, ഈ ദിക്റുകൾ 1 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുണ്ട്. ഹജ്ജിന്റെ 4-മത്തെ റുക്നുകളിൽ പെട്ടത് അറഫയിൽ നിൽക്കുക, അൽ വുഖൂഫ് ബി അറഫ എന്നുള്ളതാണ്. അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിന്റെ നിർബന്ധ ഘടകത്തിൽപ്പെട്ട ഒന്നാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കൽ തന്നെയാണ്. അറഫയിൽ ഒരാൾക്ക് നിൽക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് ഹജ്ജ് കർമ്മം ലഭ്യമായിട്ടില്ല എന്നർത്ഥം. ദുൽഹജ്ജ് 9-ന്റെ പകലിൽ സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്താണ്, അഥവാ ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്താണ് അറഫയിൽ നിൽക്കേണ്ട ഏറ്റവും പരിപൂർണമായ സമയം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിന്നിട്ടുള്ളത് ഈ സമയത്താണ്. ളുഹറിന് മുമ്പ് നിന്ന് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഹജ്ജ് ലഭ്യമായിട്ടില്ല. ളുഹറിന് ശേഷമാണ് നിൽക്കേണ്ടത്. അപ്രകാരം തന്നെ ളുഹറിന് ശേഷം വന്ന ഒരാൾ, മധ്യാഹ്നത്തിൽ നിന്നും സൂര്യൻ നീങ്ങിയത് മുതൽ വന്ന ഒരാൾ, ളുഹറിന് ശേഷം വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മഗ്രിബ് വരെ നിൽക്കണം. മഗ്രിബിന് മുമ്പ് മടങ്ങുകയാണെങ്കിൽ അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായം അയാൾ ബലിയർക്കൽ നിർബന്ധമായി തീരുന്നതാണ്. ഇനി ഒരാൾക്ക് പകലിൽ നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ രാത്രിയും നിൽക്കാവുന്നതാണ്. അഥവാ ദുൽഹജ്ജ് 10-ന്റെ പെരുന്നാൾ ദിവസത്തിന്റെ ഫജ്ർ വരെയുള്ള സമയം വരെ ഒരാൾക്ക് നിൽക്കൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരല്പസമയം നിന്നാലും മതിയാകുന്നതാണ്. രാത്രിയാണെങ്കിൽ ഒരല്പസമയം നിന്നാൽ മതിയാകുന്നതാണ്. പകലിലാണ് എങ്കിൽ മഗ്രിബ് വരെ നിൽക്കണം. പക്ഷെ എപ്പോഴാണ് എത്തുന്നത് അതുമുതൽ മഗ്രിബ് വരെ നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അറഫയിൽ ദീർഘനേരം ദുആ ചെയ്യുവാൻ സമയം കണ്ടെത്തണം. അറഫയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ളുഹർ നമസ്കാരവും അസർ നമസ്കാരവും ജംഉം ഖസറുമായി ളുഹറിന്റെ സമയത്ത് നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിർവഹിച്ചിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല അവിടെ ഒരു പള്ളി, നമിറ പള്ളി എന്ന പള്ളിയിൽ ഖുതുബ നിർവഹിക്കപ്പെടുകയും ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ ടെന്റിൽ വെച്ചാണ് നിർവഹിക്കുന്നതെങ്കിൽ ജുമുഅയുടെ ഖുതുബ പോലെ ടെന്റിൽ നമസ്കാരത്തിന് ശേഷം ഖുതുബ കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അസറിന് ശേഷമുള്ള സമയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ പ്രാർത്ഥനയിൽ ഏർപ്പെടുകയും പാറക്കല്ലുകളുടെയും മലമുകളിൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ദീർഘനേരം ദുആ ചെയ്തതായിട്ട് ഹദീസുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഹജ്ജ് കർമ്മങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായ ഇഹ്റാമിനെ സംബന്ധിച്ചും തവാഫിനെ സംബന്ധിച്ചും സഈനെ സംബന്ധിച്ചും അറഫയിൽ നിൽക്കുന്നതിനെ സംബന്ധിച്ചും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ 4 കാര്യങ്ങളാണ് ഹജ്ജിന്റെ റുക്നുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം.
ഈ 4 റുക്കനുകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹജ്ജ് ലഭ്യമായിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ നിർബന്ധ ഘടകമെന്ന നിലയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ മസ്അലകൾ കൃത്യമായി മനസ്സിലാക്കുവാനും ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് അതിന്റെ പ്രാർത്ഥനകൾ ഉൾക്കൊണ്ട് പറയുവാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.